ഗോത്രവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംസ്ഥാനത്തെ ഏക പഞ്ചായത്താണ് എടമലക്കുടി. മൊത്തം 13 അംഗങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ട ഈ അംഗങ്ങളിൽ പലരും ഇതുവരെ പഞ്ചായത്ത് ഓഫീസ് കണ്ടിട്ട് പോലുമില്ല. കാരണം 60 കിലോമീറ്ററോളം സഞ്ചരിക്കണം ഇവർക്ക് പഞ്ചായത്ത് ഓഫീസിലെത്താൻ. ഞങ്ങൾക്ക് ഇപ്പോൾ 2010 പഞ്ചായത്ത് രൂപീകരിച്ചതാണ് ഇടമലക്കുടി. എന്നിട്ട് ഒരു 52 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ ഞങ്ങളുടെ ബോർഡർ പഞ്ചായത്തായ മൂന്നാർ പഞ്ചായത്ത്. അതും കഴിഞ്ഞുള്ള ദേവികുളം പഞ്ചായത്താണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണമെങ്കിൽ ആ പഞ്ചായത്തിലോട്ട് പോകണം. അതിൻ്റെ ഒരു അവസ്ഥയാണ്. ഇവിടെ നിന്ന് വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ 3000 രൂപ 4000 രൂപ മുടക്കിയാണ് അവിടെ പോയി ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇടമലക്കുടി പഞ്ചായത്തിലെ ഈ ദുരവസ്ഥ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 37,000-ലധികം ഗ്രാമങ്ങൾ, ഗോത്രവർഗ ഗ്രാമങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉണ്ടാകുന്ന ഒരു പഞ്ചായത്താണ്, ഗോത്രവർഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്ന പഞ്ചായത്താണ് ഈ ഇടമലക്കുടി പഞ്ചായത്തെന്ന്. ആ പഞ്ചായത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്ന 60 കിലോമീറ്ററിനപ്പുറത്താണ് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. 13 അംഗങ്ങൾ അവിടെ എത്തിച്ചേരണമെങ്കിൽ 4000 രൂപ മുടക്കണം. അത് 4000 രൂപ മുടക്കി ജീപ്പിൽ പോകുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും. അവിടത്തേക്ക് പോകുന്ന ജീപ്പ് യാത്രയുടെ സുഖകരമായ അവസ്ഥ. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന പഞ്ചായത്തിലെ ജനങ്ങളുടെയാണ് 65,000 ടൺ അരി നമ്മുടെ സർക്കാരിൻ്റെ ട്രഷറിയിൽ നിന്ന്, അല്ലെ ഖജനാവിൽ നിന്ന്, അതുമല്ലെങ്കിൽ ഗോഡൗണുകളിൽ നിന്ന് റേഷൻ കടകളിൽ എത്താതെ നമ്മുടെ സഖാക്കൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി തിന്നു സുഖിക്കുന്നത്. എന്ത് പറയണം? ഈ സഖാക്കളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസനമാണ്. നിങ്ങളെ വികസനം കാണാറുണ്ടല്ലോ. മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, പിന്നീട് നമ്മുടെ 20 മന്ത്രിമാരും പങ്കെടുത്ത് ഏതാണ്ട് കോടാനുകോടികൾ ചിലവഴിച്ച് അതിദരിദ്ര മുക്ത കേരളമെന്ന പേരിൽ ഇവിടെ പ്രഹസനം നടത്തിക്കാട്ടി വോട്ട് തട്ടി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ വീഴ്ചയല്ല, കൊള്ള. ആ കൊള്ള കാരണമാണ് ഇവിടുത്തെ ഏതാണ്ട് 1500-2000-ലധികം വരുന്ന കുടുംബങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുകയാണെന്ന്. അരിയില്ല, മുളകില്ല, ഉപ്പില്ല. അവരെവിടെ പോയി എന്ത് മേടിക്കണം? 60 കിലോമീറ്റർ അപ്പുറത്ത് പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ടോ തിന്നാനുള്ള ശേഷി ഇവർക്കുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ ഒന്നും മനുഷ്യരായി കരുതേണ്ട കാര്യമില്ല. ഇവരെയൊക്കെ മൃഗങ്ങളായിട്ട് വെടിവെച്ച് കൊല്ലണം. വന്യമൃഗങ്ങൾ, മനുഷ്യന് ഭൂമിക്ക് ഭാരമായിരിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊന്നുകൊണ്ട് വന്യമൃഗങ്ങളെപ്പോലെ ഈ മനുഷ്യരെ, ഈ പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യരെ വെടിവെച്ച് കൊന്നുകൊണ്ട് ദാരിദ്ര്യമുക്തമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചാൽ അത് കേരളത്തിന്, സാക്ഷര കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഇത്തരമൊരു ദുരന്താവസ്ഥയിൽ ആ മനുഷ്യരെ അവിടെ പട്ടിണിക്കിട്ട് കൊന്നൊടുക്കിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ വികസനത്തിന് വോട്ട് കൊടുത്ത് ഇദ്ദേഹത്തെ ഇനിയും ഇവിടെ വാഴിക്കുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. AKG കൃഷ്ണപിള്ളയും EMS പോലും നയനാരും പോലുള്ള പരിണിത പ്രജ്ഞരായ നേതാക്കന്മാർ പടുത്തുയർത്തി തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് പടുത്തുയർത്തിയ ആ പാർട്ടിയുടെ ഗതികേട് എവിടെ വരെയാണ് ഇയാൾ എത്തിച്ചിരിക്കുന്നത്? ഇയാൾ ഒരു 7 ലക്ഷം രൂപ വീതം ചിലവഴിച്ച് ദിവസേന 5 സ്റ്റാർ ഹോട്ടലുകളിൽ കഴിയാനായിട്ട് കോടാനുകോടികൾ വിദേശത്ത് കൊണ്ട് തൂർത്തടിച്ച് വിദേശത്ത് ചികിത്സയായിട്ട് ജീവിക്കുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. കമ്മ്യൂണിസമാണ് വായിൽ നിന്ന് വീഴുന്നത് മൊത്തം. വർഗീയതയ്ക്കെതിരാണ് പറയുന്നത് മൊത്തം. പക്ഷെ വർഗീയത നടപ്പാക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പറയുന്നത്, ദാരിദ്ര്യം കൊണ്ട് ഞെരിവിളി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ആ കുട്ടികൾ, ആ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ അമ്മമാരും അവരുടെ മാതാപിതാക്കൾ കംപ്ലീറ്റ് അവിടെ കിടന്ന് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അവരുടെ എല്ലാം അവർക്ക് കിട്ടേണ്ട 65,000 ടൺ അരി മോഷ്ടിച്ചുകൊണ്ട് പോയി തിന്നുന്ന സഖാക്കൾക്ക് സംസ്ഥാന അവാർഡ് കൊടുക്കണം. കൊള്ളക്കാരെ കൂടി സംസ്ഥാന അവാർഡ്, ചൂഷണക്കാർക്കും കൊള്ളക്കാർക്കും കൂടി സംസ്ഥാന അവാർഡ് രേഖപ്പെടുത്തുന്ന സൃഷ്ടിച്ചെടുത്ത് ഈ സഖാക്കൾക്ക് അവാർഡ് കൊടുത്ത് അഭിനന്ദിക്കണം. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുന്നത് പോലെ, ആശുപത്രികൾ കൊള്ളയടിക്കുന്നത് പോലെ എവിടെയും കുറേ കെട്ടിടങ്ങളും റോഡുകളും ഉണ്ടാക്കുക, അതിനകത്ത് നിന്ന്
പകുതിക്ക് പകുതിയിൽ കൂടുതൽ കമ്മീഷൻ അടിച്ചെടുക്കുക, അതെല്ലാം ഇടിഞ്ഞു വീണ് തകർന്നു പോവുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുണി മറച്ചു കൂട്ടിയാണ് അവിടെ വെന്റിലേറ്ററിൽ രോഗികളെ കിടത്തിയിരിക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ ആരും പുറത്തു പറയരുത്. പുറത്തു പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മളെ ചാടിക്കേറി അടിക്കാൻ വരും. സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന്. സിസ്റ്റം ആരാണ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇവിടെ സിസ്റ്റം ഉണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഉത്തരവാദി ജനങ്ങളാണോ? ചികിത്സ കിട്ടാനില്ല. പട്ടിണി പാവങ്ങൾ ഇവിടെ അരിയില്ലാതെ തുണിയില്ലാതെ ഒരു നേരത്തെ ഉപ്പും മുളകും മേടിച്ച് ഉപ്പും പുളിയും ചേർത്തൊരു ഒരു ഇത്തിരി കറി വെച്ചൊരു ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ ഇവിടെ ആയിരക്കണക്കിന് പേര്, ഈ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പേര് ഈ ആദിവാസി ഊരുകളിൽ പട്ടിണി കിടക്കുമ്പോൾ ദാരിദ്ര്യവിമുക്തമെന്ന് പ്രഖ്യാപിച്ച് ഈ ലോകത്തെ കബളിപ്പിക്കുന്ന പിണറായി വിജയൻ തന്നെ ഏറ്റവും ഭയാനകമായ കൊള്ളക്കാരനുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ച്, മാത്രമല്ല ഇത്തരം ഒരു ഭരണം അയാളും അയാളുടെ കുടുംബവും മാത്രം വിദേശത്ത് പോയി ജീവിക്കാനായി കോടാനുകോടികൾ ഉണ്ടാക്കിക്കൂട്ടി വീണ്ടും വീണ്ടും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെയും ഈ സഖാക്കളെയും ഇനിയും ഈ കേരള മണ്ണിൽ വാഴിക്കണോ എന്ന് ജനങ്ങളെ തീരുമാനിക്കേണ്ടതാണ്. ഈ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുമ്പോൾ ഇൻക്ലാബ് വിളിച്ച് ശീലിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചവർ ഇന്നും പിണറായി വിജയന് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് നടക്കുന്ന മൂഢന്മാരും വിട്ടികളുമായി ഈ ലോക ചരിത്രത്തെ ആക്ഷേപിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് സത്യത്തിൽ ഇനി ഇവിടെ ജീവിക്കാൻ തന്നെ യോഗ്യതയുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. മറ്റുള്ളവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കട്ടുവാരി തിന്ന് കൊഴുത്തെടുക്കുന്ന കുറേ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സഖാക്കളും ഈ കേരളം മുടിപ്പിച്ച് ഇനിയെങ്കിലും ഈ കേരളത്തിൽ നിന്ന് നിങ്ങളൊന്ന് സ്വയം ഒഴിവായി പോകണമെന്ന് വിനയപൂർവ്വം, അതായത് ഇനി നിങ്ങളെ ഭരിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി ദയവ് എന്നൊന്ന് ഒഴിഞ്ഞു പോകണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചിറക്കണമെന്നും ജനങ്ങളോടും നിങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയെങ്കിലും ഇത്തരം കൊള്ളകൾ ഈ പാവപ്പെട്ട ആദിവാസികളെയും പാവപ്പെട്ട മൃഗതുല്യമായി ജീവിക്കുന്നവരെയും കൊള്ളയടിക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.